ദീമോളെ കൂട്ടിയില്ല വന്ദനെ. ഒരു പക്ഷേ വിധി നമുക്കെതിരാവുമെന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഈ വിധിയിൽ തളർന്നു പോകുന്നത് ആനന്ദവല്ലിയപ്പച്ചിയും അച്ഛനുമായിരിക്കും. നമ്മളെ തമ്മിൽ എന്നേക്കുമായിട്ട് പിരിക്കണമെന്ന് അച്ഛനും അപ്പച്ചിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം എന്നെ ഒരു കോടീശ്വരന്റെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനും അതിനുവേണ്ടിയുള്ള ഗൂഢാലോചനയായിരുന്നു ഇത്. നമ്മുടെ സ്നേഹം സത്യമാണ് ജഗ. ഏതൊക്കെ ശക്തികള് എങ്ങനെയൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചാലും നമ്മളെ തമ്മിൽ വേർപിരിക്കാനാവില്ല. അതേ വന്ദനെ, ഈ സൗഭാഗ്യത്തെ കൈവിടാൻ ജഗൻ ഒരിക്കലും തയ്യാറല്ല. ഇനി ഈ കണ്ണീര് വേണ്ട. നിന്റെ ഈ കണ്ണുനീര് കാണാൻ കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് മുമ്പില് ചിരിച്ചു നിൽക്കണം. ആഹാ, വന്ദന ജയിലിൽ നിന്നെത്തിയോ? അടുത്ത കാലത്തൊന്നും പുറം ലോകം കാണില്ലെന്ന ഓരോരുത്തരും അവിടെ ഇവിടെ നിന്ന് പാത്തും പതുങ്ങി പറഞ്ഞത്. അത് കേട്ടപ്പോ ഞങ്ങൾക്ക് ഊണും ഉറക്കവും ഇല്ലാതായിപ്പോയി. വന്ദനയെ ജീവപര്യന്തം ശിക്ഷിച്ച് സെൻട്രൽ ജയിലിലേക്ക് മാറ്റി എന്ന് വരെ കേട്ടതാ. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനൊന്നും സംഭവിച്ചില്ല. ജാമ്യം കിട്ടി. അത് നന്നായി. കുത്തഴിഞ്ഞ കുടുംബത്തിലെ പെണ്ണിനെ പോലെ ജയിലിലൊക്കെ പോയി കിടക്കാന്നൊക്കെ പറഞ്ഞാ അത് സഹിക്കാൻ പറ്റൂ? അയൽക്കാരായ ഞങ്ങൾക്കും ഇല്ലേ അതിന്റെ നാണക്കേട്? അതുപോട്ടെ, എങ്ങനെയാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്? ചേച്ചി, ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. വേറൊരു തെറ്റിദ്ധാരണയുടെ പേരിലാ അങ്ങനെയൊക്കെ സംഭവിച്ചത്. പോലീസുകാർക്കും കോടതിക്കും കാര്യത്തിന്റെ വാസ്തവസ്ഥിതി ബോധ്യപ്പെട്ടപ്പോ അവരെന്നെ പുറത്തുവിട്ടു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ഇനി ജയിലിൽ പോയി കിടക്കേണ്ടി വരില്ല അല്ലേ? ഇല്ല ചേച്ചി. ആ, കുറുപ്പ് സാറിനെ പോലെ ഒരു അമ്മായിയപ്പനും ജഗനെ പോലെ ഒരു ഭർത്താവും ഉള്ള സ്ഥിതിക്ക് ഏത് കേസിൽ നിന്നും പുഷ്പം പോലെ ഊരി പോരാമല്ലോ. അല്ല, അടിയൊടിയൊക്കെ കുറെ വാങ്ങിക്കൂട്ടിയ ലക്ഷണമുണ്ടല്ലോ. മുഖത്തൊക്കെ നീര് വന്നതുപോലുണ്ട് കേട്ടോ. അങ്ങനൊന്നുമില്ല. അതൊക്കെ ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. അഥവാ തോന്നലല്ലെങ്കിലും നിങ്ങൾക്കത് പ്രശ്നമാവാൻ വഴിയില്ലല്ലോ. ഭാര്യയും ഭർത്താവും മാറി മാറി ലോക്കപ്പിലും ജയിലിലും ഒക്കെ ആണല്ലോ പലപ്പോഴും. നിങ്ങളുടെ കുടുംബത്തില് ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞങ്ങളുടെ വീട്ടിൽ നിന്നാരും പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല, പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് പോലും പോയിട്ടില്ല. പിന്നല്ലേ ജയില്. ചേച്ചിയുടെ അച്ഛനെ മുമ്പ് ചാരാൻ പറ്റിയ കേസില് എക്സൈസുകാര് പൊക്കിയിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതോ അതൊരു തെറ്റിദ്ധാരണയുടെ പേര് സംഭവിച്ചതല്ലേ? അതുപോലെ ഒരു തെറ്റിദ്ധാരണയുടെ പേരില വന്ദനയും ജയിലിൽ പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തിയുള്ള സംസാരം? അതെ, ചേച്ചിമാർക്ക് വീട്ടിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരിക്കും അല്ലേ? വീട്ടിൽ വന്ന് കയറുന്നവരെ ശരിക്കും ഒന്ന് ശ്വാസം വിടാനെങ്കിലും അനുവദിക്കേ. വാടി, നമുക്ക് പോവാം. ആ, പൊക്കോ പൊക്കോ, അതായിരിക്കും നല്ലത്. അടുത്ത ഭക്ഷണത്തിനുള്ള വകുപ്പൊപ്പിക്ക്. നാളെ പുതിയൊരു എല്ലും കഷ്ണം കിട്ടുമ്പോ അവരതിന് പുറകെ പോകും. നമ്മളെ മറക്കും. അതുവരെ അവർ കുറച്ചുകൊണ്ടിരിക്കട്ടെ. അതൊന്നും കാര്യാക്കണ്ട. വാ വാ. എന്തായാലും ഇത്ര പെട്ടെന്ന് വന്ദന പുറത്തിറങ്ങുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഹോ, മിണ്ടാനും പറയാനും ആരുമില്ലാതെ വല്ലാതെ വശം കിട്ടുപോയി. ചേച്ചിക്ക് മിണ്ടാനും പറയാനും അയൽക്കാരുണ്ടായിരുന്നല്ലോ. അയൽക്കാരോ? അയ്യോ, അവരൊക്കെ മഹാനൊളിച്ചുകളാ. ഓ, എനിക്ക് അവരുമായിട്ടൊന്നും യാതൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. ഈ ഇടയ്ക്ക് അടുത്ത് കൂടിയിട്ട് ഒരുത്തി ചോദിക്കുവാ,
മയക്കുമരുന്ന് വല്ലതും അകത്ത് സ്റ്റോക്ക് ഉണ്ടോന്ന് കൊടുത്ത് ഞാൻ മോന്തക്കിട്ടോ ഒരെണ്ണം. പിന്നെ അവള് പോയ വഴിക്ക് ഒരു പുല്ല് പോലും കിടന്നിട്ടില്ല. ആ ജയിലിലെ വിശേഷങ്ങളൊക്കെ പറ വന്ദനെ, കേക്കട്ടെ. മയക്കുമരുന്ന് കേസിലെ പ്രതിയായതുകൊണ്ട് പോലീസുകാർ നിന്നെ കണ്ടമാനം തല്ലുകയും തൊഴിക്കുകയും ചെയ്തു എന്നാ കേട്ടത്. ആര് പറഞ്ഞു? എവിടെ അത് കേട്ടത്? അല്ല, അത് പിന്നെ ഞാൻ ഊഹിച്ചെടുത്തതാ. വന്ദനമ്മേ, വന്ദനമ്മേ. അയൽക്കാരും ഒക്കെ ഇട്ട് ചൂടുപിടിച്ച ചർച്ചയിലായിരുന്നു അല്ലേ? അവരുടെ കുത്തുവാക്കുകൾ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ചേട്ടത്തിയും തുടങ്ങിയോ? മോശമായിപ്പോയി. അമ്മേ, ജഗനങ്ങളുടെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. ശരാ, അയൽക്കാരുമായിട്ട് കുശൂഷിക്കുന്നതൊക്കെ ഇവനെങ്ങനെ അറിഞ്ഞു?